അഭിമന്യു കേസിൽ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. പ്രതികൾ വിചാരണ നടപടികളിൽ സഹകരിക്കാത്തതിൽ എതിർപ്പ് അറിയിച്ച് അഭിമന്യുവിന്റെ കുടുംബം 8 വർഷത്തിനിടെ പ്രതികൾ കോടതിയിൽ ഹാജരായത് ഒരു തവണ മാത്രമെന്ന് അഭിമന്യുവിന്റെ കുടുംബം പറയുന്നു. പുറത്ത് മാധ്യമപ്രവർത്തകർ ഉള്ളതിനാൽ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പ്രതികൾ അറിയിച്ചു. പ്രോസിക്യൂഷനോട് കോടതി നിലപാട് തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സൈഫുനിസ, ഇത് തുടർച്ചയായി തന്നെ പ്രതികൾ ഹാജരാകാത്ത സാഹചര്യമാണ്. കേസ് നടപടികൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? ഇന്ന് അഭിമന്യു കേസിലെ കുറ്റപത്രം, അതായത് പുതുതായി ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പ് അനുസരിച്ചുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടികൾക്കായാണ് കോടതി ഇന്ന് കേസ് പരിഗണിച്ചത്. പക്ഷേ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇന്നും പ്രതികൾ കോടതിയിൽ ഹാജരായില്ല. പ്രതിഭാഗത്തിനോട് ഇതിന്റെ കാരണം കോടതി തിരക്കിയപ്പോൾ പുറത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നതിനാൽ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ഒപ്പം മാധ്യമപ്രവർത്തകർ പുറത്ത് നിൽക്കുന്നതിന്റെ, ക്യാമറയുമായി പുറത്ത് നിൽക്കുന്നതിന്റെ ഫോട്ടോ ഇവർ പുറത്തു വന്നെടുക്കുകയും അതിനുശേഷം അഭിഭാഷകൻ ഇത് കോടതിക്ക് മുൻപിൽ കാണിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചത് വിചാരണ സമയത്ത് ഇത് എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു ചോദിച്ചത്. ഹൈക്കോടതിയിൽ അഭിമന്യുവിന്റെ കുടുംബത്തിനായും ഈ കേസിലെ 18ാം സാക്ഷിക്ക് വേണ്ടിയും വിചാരണ കോടതിയിലും ഹാജരാകുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഇന്ന് 8 വർഷത്തിനിടെ കോടതിയിൽ ഹാജരായത് ഒരു തവണ മാത്രമാണ് എന്നും ഇത് കോടതിയോടുള്ള ഒരു നിധി നിഷേധമാണ് എന്നുള്ള രീതിയിലുമാണ് ഇന്ന് അരുൺകുമാർ കോടതിയിൽ പറഞ്ഞത്. എന്തായാലും കേസിൽ അല്പസമയത്തിനകം കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. പുറത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നതിന്റെ ചിത്രമടക്കം കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിഭാഗം കോടതിയിൽ ഈ പ്രതികൾ ഹാജരാകുന്നതിൽ ബുദ്ധിമുട്ട് അറിയിച്ചത്. ഇന്ന് എന്തായാലും ഈ കേസിൽ കർശനമായി ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ്. പ്രതികൾക്കെതിരെ ചുമത്തിയ ഈ കുറ്റം വായിച്ചു കേൾപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു. ഹാജരാകാൻ അന്ന് തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രതികൾ പറഞ്ഞപ്പോൾ എന്തായാലും ഹാജരായേ പറ്റൂ എന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയതാണ്. എന്നിട്ടും പ്രതികൾ ഹാജരാകാത്തതിനെ ഗൗരവമായി തന്നെയാണ് ഇപ്പോൾ കോടതി കണ്ടിരിക്കുന്നത്. എന്തായാലും കോടതി അല്പസമയത്തിനകം പ്രോസിക്യൂഷന്റെ നിലപാട് കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കും. ശരി സൈഫുനിസ.